മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും രക്ഷാപ്രവർത്തനം 2000-ലധികം പേരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് സൈന്യം മാറ്റി. അപകടകരമായ കാലാവസ്ഥയെ തുടർന്ന് കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉത്തരാഖണ്ഡിൽ ഇതുവരെ 15 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിമാചലിൽ 8 പേരാണ് മരിച്ചത്. 53 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കരസേനയുടെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇരു മേഖലകളിലും കനത്ത മഴയിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. രുദ്രപ്രയാഗ് ജില്ലയിലെ മന്ദാകിനി, അളകനന്ദ എന്നീ നദികളിൽ ജലനിരപ്പ് അപകടരേഖയ്ക്ക് സമീപമെത്തി. ഭീംബാലിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് കേദാർനാഥ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഘോരാപരവ്, ലിഞ്ചോളി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ കാലാവസ്ഥയെ തുടർന്ന് കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും മലമുകളിലും താമസിക്കുന്നവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി.